Hi friends, welcome to SreenisTechnics. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനലിൽ നിന്നും അപ്ലോഡ് ചെയ്യുന്ന 40ാമത്തെ വീഡിയോ ആണ്. ഏകദേശം 10 മാസത്തോളമായി നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്താണ് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആഴ്ചയിൽ ഒരു വീഡിയോ വെച്ചായിരുന്നു അപ്ലോഡ് ചെയ്തിരുന്നത്. ചാനലിലെ വീഡിയോസ് കാണുന്ന ഒട്ടനവധി കൂട്ടുകാർ നല്ല രീതിയിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അനവധി പേർ വാട്സാപ്പിലൂടെ വിളിക്കാറുണ്ട്. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യണമെന്ന് കൂടെ പറയാറുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ റിഡ്ജ് ബീം ഈ രണ്ട് കാര്യങ്ങളെ പറ്റിയുമാണ് പറയുന്നത്. കാരണം ഒട്ടനവധി കൂട്ടുകാരുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. സത്യത്തിൽ ഈ ആഴ്ച വേറൊരു വീഡിയോ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ അഭ്യർത്ഥനയെ മാനിച്ചിട്ട് എങ്ങനെയാണ് ഒരു സൈറ്റിൽ റിഡ്ജ് ബീമിൻ്റെ നീളം കണക്കാക്കുന്നത് അല്ലെങ്കിൽ ബീം മാർക്ക് ചെയ്യുന്നത്, ഈ രണ്ട് കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. വീഡിയോ ആദ്യാവസാനം വരെ കാണുക, സ്കിപ്പ് ചെയ്യാതെ. നിങ്ങൾ റൂഫിംഗ് വർക്കിനോട് താല്പര്യമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തോളൂ. നിങ്ങൾ നൽകുന്ന ലൈക്കുകളും കമൻറ്റുകളുമാണ് ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും അപ്ലോഡ് ചെയ്യാനുള്ള എൻ്റെ പ്രചോദനം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്തോളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് ഈ ആഴ്ച വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കളമശ്ശേരിക്കടുത്ത് കങ്ങരപ്പടിയിലൊരു സൈറ്റിലെ അളവാണ്. ഇവിടെ ബീമിൻ്റെ നീളം 1060 സെൻറ്റിമീറ്ററും വീതി 814 സെൻറ്റിമീറ്ററുമാണ്. ഈ റൂഫിലെ റിഡ്ജ് ബീമിൻ്റെ നീളം കാണാനായി ഈ റൂഫിൻ്റെ നീളത്തിൽ നിന്നും വീതി കുറച്ചാൽ മതി. അതായത് 1060 നിന്നും 814 കുറച്ചാൽ 246 സെൻറ്റിമീറ്ററാണ് ഇവിടുത്തെ റിഡ്ജ് ബീമിൻ്റെ നീളം. ഇത് ഷീറ്റ് മേയുന്ന റൂഫാണ്. അതുകൊണ്ട് തന്നെ വീതിയുടെ 4/1 സെൻറ്റർ ഹൈറ്റ് കൊടുത്തിട്ടാണ് സ്ലോപ്പ് കൊടുക്കുന്നത്. 814 സെൻറ്റിമീറ്ററിൻ്റെ 4/1 203.5 സെൻറ്റിമീറ്ററാണ്. അതായത് ബീമിൻ്റെ ടോപ്പ് ലെവലിൽ നിന്നും റിഡ്ജ് ബീമിൻ്റെ അടിവരെയുള്ള അളവാണ് 203.5 സെൻറ്റിമീറ്റർ. ഇവിടെ ഈ ഡ്രോയിങ്ങിൽ കാണുന്ന രൂപത്തിലാവില്ല വർക്ക് നടക്കുമ്പോൾ. കാരണം ഡ്രോയിങ് വരവണ്ണത്തിലാണ്, അതായത് ഒരു 1 mm തിക്നെസ്സിലുള്ള വരയിലാണ് ഡ്രോയിങ് പൂർത്തിയാക്കുന്നത്. എന്നാൽ റിഡ്ജ് ബീം അല്ലെങ്കിൽ കോടി ഇതൊക്കെ കൊടുക്കുന്നത് 4-2 ട്യൂബ് അല്ലെങ്കിൽ 3-1.5 ട്യൂബ് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുമ്പോൾ വെൽഡിംഗ് സ്പേസ് കൂട്ടുന്നതിനായി 15 സെൻറ്റിമീറ്ററോ 20 സെൻറ്റിമീറ്ററോ അധികം റിഡ്ജ് ബീമിന് നീളം ഇടേണ്ടി വരും. ഡ്രോയിങ് പ്രകാരം റിഡ്ജ് ബീമിൻ്റെ നീളം 246 സെൻറ്റിമീറ്റർ ആണെങ്കിലും രണ്ട് സൈഡിലേക്കും 20 സെൻറ്റിമീറ്റർ വീതം കൂട്ടുമ്പോൾ 286 സെൻറ്റിമീറ്ററാണ് ഇവിടെ റിഡ്ജ് ബീമിൻ്റെ യഥാർത്ഥത്തിൽ നീളം വരുന്നത്. റിഡ്ജ് ബീമിൻ്റെ കാര്യത്തെ സംബന്ധിച്ച് എനിക്ക് മെസ്സേജ് വിട്ട പല കൂട്ടുകാരുടെയും സംശയം റൂഫിൻ്റെ സ്ലോപ്പ് മാറുന്നതിനനുസരിച്ച്, അതായത് സെൻറ്റർ ഹൈറ്റ് കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ച് റിഡ്ജ് ബീമിൻ്റെ നീളത്തിൽ മാറ്റം വരുമോ എന്നുള്ളതായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു തരത്തിലും സംഭവിക്കില്ല. സെൻറ്റർ ഹൈറ്റ് വീതിയുടെ 5/1, 4/1, 3/1, 2/1 ആയാൽ പോലും റിഡ്ജ് ബീമിൻ്റെ നീളം ഒന്ന് തന്നെയായിരിക്കും. ഇനി നമുക്ക് ബീം എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ കഴുക്കോലുകളുടെ പൊസിഷൻ എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ ബീമിൽ നിന്നും പുറത്തോട്ടുള്ള ചാട്ടം ചുറ്റോട് ചുറ്റും 80 സെൻറ്റിമീറ്ററാണ്. അങ്ങനെ വരുമ്പോൾ സ്ട്രക്ചർ ചെയ്ത് കഴിയുമ്പോൾ 974 സെൻറ്റിമീറ്ററാണ് വീതി വരുന്നത്. 1220 സെൻറ്റിമീറ്ററാണ് നീളം വരുന്നത്. ഈ 974 സെൻറ്റിമീറ്ററിനെ 7 ഡിവൈഡ് ചെയ്താൽ 139.1 ആയിരിക്കും ഇവിടെ രണ്ട് കഴുക്കോലുകൾ തമ്മിലുള്ള അകലം വരുന്നത്. ബീമിൽ നിന്നും പുറത്തോട്ടുള്ള തള്ള് ഉൾപ്പെടെയുള്ള അളവാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ബീമിൻ്റെ സെൻറ്ററിൽ ഒരു മാർക്ക് കൊടുത്ത് അതിൽ നിന്ന് വേണം മാർക്കിംഗ് ആരംഭിക്കാൻ. അതായത് ഒരളവ് രണ്ട് കഴുക്കോലുകൾ തമ്മിലുള്ള 139.1 സെൻറ്ററായി വരുന്ന രീതിയിൽ വേണം ചെറിയ ബീമിൽ മാർക്ക് ചെയ്ത് തുടങ്ങാൻ. ചെറിയ ബീമിൽ വരുന്ന എല്ലാ കഴുക്കോലുകളും കോടിയിലാണ് വന്ന് ചേരുന്നത്. അതുപോലെ തന്നെ വലിയ ബീമിൽ നിന്നും വരുന്ന കഴുക്കോലുകളും ചെറിയ ബീമിൽ എങ്ങനെയാണോ മാർക്ക് ചെയ്തത് അതുപോലെ തന്നെ ഇപ്പോൾ വലിയ ബീമിൽ മാർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഒരേപോലെ കോടിയിൽ വലിയ ബീമിൽ നിന്നും ചെറിയ ബീമിൽ നിന്നും കഴുക്കോലുകൾ വന്നു ചേരൂ.
നേരത്തെ ചെറിയ ബീമിൽ സെൻറ്റർ മാർക്ക് ചെയ്തല്ലോ, ആ സെൻറ്ററിങ് വരെയുള്ള മാർക്ക്, അതായത് സിംഗിൾ ലൈൻ വരെയുള്ള എല്ലാ മാർക്കുകളും വലിയ ബീമിലും ചെറിയ ബീമിലും ഒരു സൈഡിൽ നിന്നും മാർക്ക് ചെയ്ത് ഇതേപോലെ സെറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ഒരേപോലെ ചെറുകഴുക്കോലുകൾ കോടിയിൽ വന്ന് ചേരൂ. ബീമിൽ മാർക്ക് ചെയ്യുമ്പോൾ കഴുക്കോലിൻ്റെ സൈസ് എത്രയാണോ, 3:1.5 ആണെങ്കിൽ 80-40 ആയിരിക്കും അതിൻ്റെ സൈസ്, അതായത് 40 mm ആയിരിക്കും അതിൻ്റെ കനം എന്ന് പറയുന്നത്. അപ്പോൾ 20 mm വീതം ഓരോ സൈഡിലേക്ക് മാർക്ക് ചെയ്യണം. വലിയ ബീമിൽ 3 ചെറുകഴുക്കോലുകൾ വീതം ഓരോ സൈഡിലും വരുന്നുണ്ട്. അതായത് 6 ചെറുകഴുക്കോലുകൾ കഴിഞ്ഞിട്ടുള്ള അളവായിരിക്കും വലിയ കഴുക്കോലുകൾ, അതായത് പ്രിൻസിപ്പൽ റാഫ്റ്റർ വരുന്ന സ്ഥലം. അവിടെയാണ് ശരിക്കും റിഡ്ജ് ബീം വരുന്നത്. ഈ റൂഫിൻ്റെ മൊത്തം നീളം എന്ന് പറയുന്നത് തള്ളുൾപ്പെടെ 1220 സെൻറ്റിമീറ്റർ ആണ്. അതിൽ നിന്നും കോടിയിൽ വന്ന് ചേരുന്ന 6 കഴുക്കോലുകളുടെ ഗ്യാപ്പ് കുറയ്ക്കണം. അതായത് 1220 മൈനസ് 139.1 ഇൻറ്റു 6 385.4 സെൻറ്റിമീറ്റർ ആണ് പ്രിൻസിപ്പൽ റാഫ്റ്റർ പിടിപ്പിക്കാനായി അത് ഡിവൈഡ് ചെയ്യാനായി വരുന്ന ഏരിയ. ആ 385.4 സെൻറ്റിമീറ്ററിനെ 3 ഡിവൈഡ് ചെയ്താൽ 128.4 സെൻറ്റിമീറ്റർ ആണ് പ്രിൻസിപ്പൽ റാഫ്റ്റർ തമ്മിലുള്ള അകലം. ചുരുക്കത്തിൽ പറഞ്ഞാൽ വലിയ ബീമിൽ കോടിയിൽ വന്ന് ചേരുന്ന 6 കഴുക്കോലുകൾ മാർക്ക് ചെയ്യുക. ബാലൻസ് വരുന്ന അളവിനെ 3 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 2 പ്രിൻസിപ്പൽ റാഫ്റ്ററിൻ്റെ അളവ് കിട്ടും. ആ അളവിനെ റിഡ്ജ് ബീമിലേക്ക് പകർത്തുക. ബീമിൽ എങ്ങനെയാണോ മാർക്ക് ചെയ്തത് അതുപോലെ തന്നെ വേണം റിഡ്ജ് ബീമിലും മാർക്ക് ചെയ്യാൻ. അപ്പോൾ പിന്നെ ഏട്രസ് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അളവിൽ വ്യത്യാസമോ ചരിവോ കോണൗട്ടോ വരികയില്ല.